ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് പാക്കുകളൊന്നും ഇടാൻ പറ്റാത്തവർക്ക്, അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോയിട്ട് മുടിമലിക്കൊന്നും ചെയ്യാൻ പറ്റാത്തവർക്കും, നരയൊക്കെ വന്നിട്ട് വല്ലാതെ ബുദ്ധിമുട്ട് ആയിട്ടുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഹെയർ സ്പ്രേ ആണ്. അത് സ്പ്രേ എന്ന് പറയുന്നത് നമുക്കത് സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ട് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചായയിലാണ് ചെയ്തിരിക്കുന്നത്. ചായയില എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലൊരു ഗുണം ചെയ്യണ ഒന്നാണ്. ചായയില തനിയെ നമ്മൾ വറ്റിച്ചെടുത്തിട്ട് സ്പ്രേ അടിച്ച് കൊടുത്താലും ഏറ്റവും നല്ല ഓപ്ഷനാണ് കേട്ടോ. ഇനിയിപ്പോൾ വേറെ ഒന്നും നിങ്ങൾക്ക് താല്പര്യമില്ല, വിശ്വാസമില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ചായയില തന്നെ നമ്മുടെ തലയിലേക്ക് കൊടുക്കാം. നല്ലൊരു റിസൾട്ട് കിട്ടണമെന്നാണ്. പക്ഷെ ചായയിലേക്ക് കൂടെ നമ്മൾ 1-2 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു നമ്മുടെ മുടിക്ക് ഇങ്ങനെ പൊട്ടിപ്പോവുക, അതേപോലെ തന്നെ വളരെ കനം കുറവ്, വേരുകളിലേക്കൊക്കെ ശരിയായ രീതിയിൽ ബലം കിട്ടാതെയൊക്കെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ 1-2 ഇൻഗ്രീഡിയൻസ് വേറെ ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പാക്ക് ഇടാൻ പറ്റില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി തരാം. നിങ്ങളുടെ മുടി വളരും, ജലദോഷം അങ്ങനത്തെ ഒരു പ്രശ്നവും നിങ്ങളെ ബാധിക്കില്ല കേട്ടോ. നല്ലൊരു ഹെയർ സ്പ്രേ ആണ്. നമുക്ക് ഇതാ ഇങ്ങനെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് ഒരു മസാജ് കൊടുക്കാൻ വേണ്ടു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുളിക്കാൻ ടൈമില്ലെങ്കിൽ പോലും ഇത് തലയിൽ അടിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്യണമെന്ന് ഉണക്കിയെടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ കുളിക്കാൻ നേരമുള്ളവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര നേരം വേണമെങ്കിലും തലയിൽ ഇട്ടുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇപ്പോൾ നിങ്ങൾ കാലത്ത് ഇങ്ങനെ സ്പ്രേ അടിച്ചിട്ട് വൈകിട്ട് കുളിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ജലദോഷ പ്രശ്നങ്ങളോ ഒന്നും വരില്ല കേട്ടോ. എൻ്റെയൊക്കെ മറ്റുള്ള പാക്കുകൾ ഇടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ. എനിക്ക് പറ്റില്ല, ഒന്നുമില്ലെങ്കിൽ തലവേദന വരും, ഇല്ലെങ്കിൽ തുമ്മൽ, ആ ഒരു പ്രശ്നം വരും. പക്ഷേ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നത് ഈ ഒരു കാര്യമാണ് കേട്ടോ. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചായലയുടെ ഒരു പാക്കാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുക. പിന്നെ നമ്മുടെ കുറേ ഇലകളുടെ ഒക്കെ പിഴിഞ്ഞിട്ടുള്ള ചാറൊക്കെ ആണെങ്കിൽ അതൊക്കെ നമ്മൾ ഇതേപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കൽ തന്നെയാണ് കൂടുതലും ഞാൻ ചെയ്യുക കേട്ടോ. നമുക്ക് കഞ്ഞിവെള്ളം എനിക്ക് തീരെ തലയിലേക്ക് പറ്റില്ല. അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൂവും കായുള്ളത് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഇല ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ പറ്റിയതാണ് ഈ ഒരു സ്പ്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വളരുന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ അതെ ഇവിടെയൊക്കെ ഈ വലുതായി വരുന്നതൊക്കെ കുഞ്ഞു ഹെയറുകളാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ശരിക്കും അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലത്ത് നമ്മൾ എണീറ്റ് വരുമ്പോൾ നമുക്ക് കുഞ്ഞു ഹെയറുകളൊക്കെ നല്ലപോലെ പൊന്തി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോഴാണ് നമുക്ക് പലരും ചോദിക്കും ഈ മുടി ഒരാഴ്ച കൊണ്ട് വലുതാവോ, ഒരാഴ്ച കൊണ്ട് കിളിർക്കോ? അത് നമ്മുടെ കയ്യിൻ്റെ മസാജ് പോലെ ഇരിക്കും. ഇത് വെറുതെ നമ്മളിങ്ങനെ സ്പ്രേ അടിച്ചു കൊടുത്തു, നമ്മളിതേപോലെയൊക്കെ ആക്കി നിറച്ച് സ്പ്രേ അടിച്ചു കൊടുത്തു. പക്ഷേ സ്പ്രേ അടിച്ചു കൊടുത്തുകൊണ്ട് മാത്രം സ്പ്രേ അടിച്ച് അവിടെ ഇടുന്നുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മളിങ്ങനെ നല്ലപോലെ മസാജ് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ വേരുകളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുക. അതേപോലെ തന്നെ പുതിയ മുടികൾ വളരാനും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായാൽ തന്നെയാണ് പുതിയ മുടികളൊക്കെ വളർന്ന് സെറ്റായി വരുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതപ്പോൾ അല്ലത് പറയണ പോലെ ഇതങ്ങോട്ട് അടിച്ചപ്പോൾ തന്നെ നമുക്ക് ഉപ്പറ്റിയോളം മുടി വലുതായി ഒന്നും വരില്ല. ചായയിലടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിക്ക് നല്ല ബലം ഉണ്ടാവും. എത്ര കനം കുറഞ്ഞു എന്ന് പറഞ്ഞ മുടി ആയാലും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും കേട്ടോ. ഓരോ ഹെയർ പിടിക്കുമ്പോഴും നമുക്ക് ആ ഒരു ബലം നമുക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് തന്നെ ഒരു ദിവസം നിങ്ങൾ വെറുതെ ഇനിയിപ്പോൾ വിശ്വാസമില്ലാത്തൊരു കാര്യം പറയണം കേട്ടോ. ഇത് ചെയ്ത അനുഭവമുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു കാര്യം തന്നെയാണ് അവരവരെ ഹെയറിന് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് പുറത്ത് പഠിക്കാൻ പോണ കുട്ടികൾക്ക് വരെ നമുക്കിതാക്കി കൊടുക്കാം. ഇത് ഒരു 2-3 ആഴ്ചയ്ക്ക് വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഒരാഴ്ചയിൽ ഒരു 3-4 തവണയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഡെയിലി തേക്കുന്നതുകൊണ്ടും ഇങ്ങനെ അടിച്ചു കൊടുക്കൊണ്ടും ഒരു കുഴപ്പമില്ല. പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെയ്ത് കൊടുത്തോളാം. സ്പ്രേ ബോട്ടിലായതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ശരിക്കും അതിൻ്റെ ആ ഇത് കറക്റ്റ് ആ തലയിലേക്ക് തന്നെ വരുള്ളൂ. വേറെ നമ്മൾ കോട്ടനിലൊക്കെ മുക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ മേത്ത കൊലിക്കുകയാണെങ്കിൽ അത് ചായക്കറിയാണ്. അപ്പോൾ പരമാവധി ഇതിനിപ്പോൾ 25 രൂപയ്ക്കുള്ള ഈ ഒരു കുപ്പിക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഒരെണ്ണമൊക്കെ മേടിച്ചിട്ട് കൊടുത്തേക്കുകയാണെങ്കിൽ മക്കൾക്കൊക്കെ അതുപോലെ തന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും എല്ലാവർക്കും ഉപകാരമുള്ള ഒരു അടിപൊളി ഒരു ഹെയർ സ്പ്രേ ആണ് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് അത് തയ്യാറാക്കണേന്ന് നോക്കാം കേട്ടോ. നമുക്ക് 2 ഗ്ലാസ് വെള്ളം എടുക്കണം ഈ ഒരു സ്പ്രേ തയ്യാറാക്കാനായിട്ട്. അതിൽ 2 ടീസ്പൂൺ ചായയില ഏതും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. അപ്പോൾ അത് 2 ടീസ്പൂൺ വലിയ ടീസ്പൂൺ അളവിൽ എടുക്കണം. അത് എന്നിട്ട് 1 ഗ്ലാസ് ആക്കിയിട്ട് നമ്മൾ വറ്റിച്ചെടുക്കണം കേട്ടോ. വറ്റിച്ചെടുത്ത്
നല്ല പോലെ അരിച്ചെടുക്കണം. തുണിയിലോ നൈസ് തുണിയിലോ ഒക്കെ ഇട്ടിട്ട് നല്ല പോലെ അരിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഈ കിട്ടിയ കൊറ്റുണ്ടല്ലോ, നമുക്ക് ചെടികളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസിൻ്റെ കടക്കിലൊക്കെ ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ. അത് കളയൊന്നും വേണ്ട. ഏത് ചെടിയുടെ കടക്കിലേക്കായാലും നമുക്കത് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ, പ്രത്യേകിച്ച് റോസിൻ്റെ. ഇനി നമ്മളിതിലോട്ട് റോസ് വാട്ടർ നമ്മൾ 2 ടീസ്പൂൺ, നമ്മൾ ഏത് അളവിലാണോ നമ്മൾ ചായയിലെടുത്ത അളവിൻ്റെ 1 ടീസ്പൂൺ റോസ് വാട്ടർ നമ്മളിതിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ചൂടാറിയതിന് ശേഷം വേണം നമ്മളിതൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളൊരു ഇവിയോണ്ട ഗുളികയും കൂടി പൊട്ടിച്ചൊഴിച്ച് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് എടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. ഇവിയോണ്ട ഗുളിക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, റോസ് വാട്ടറും ചായയിലായാലും മതി. നല്ലൊരു ഹെയർ സ്പ്രേ ആണിത്. അപ്പോൾ നമ്മൾ ഹെയർ സിറം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കണ്ടില്ലേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിയോൺ ഗുളിക ഇല്ലെങ്കിൽ പേടിക്കാനൊന്നുമില്ല, വിഷമിക്കും വേണ്ട. ഇനിയിപ്പോൾ റോസ് വാട്ടറും അതായാലും മതി കേട്ടോ. ഇനിയിപ്പോൾ അതിപ്പോൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ എന്താ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യമെങ്കിലും നമ്മളത് വീട്ടിലൊക്കെ മസ്റ്റായിട്ട്, ചായയിൽ എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടാവും. പിന്നെ ഇല്ലാതിരിക്കുക റോസ് വാട്ടർ ആയിരിക്കും. ഇതിപ്പോൾ അധികം വിലയൊന്നുമില്ല, 50-55 രൂപ കൊടുത്ത് നമുക്കിത് മേടിക്കാൻ കിട്ടും. ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കിത് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ വേസ്റ്റായിട്ടൊന്നും പോണ കാര്യമൊന്നുമല്ല. പിന്നെ ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്, നമ്മുടെ മുടിക്കൊക്കെ നല്ലൊരു മണം കൂടി കിട്ടും കേട്ടോ. റോസ് വാട്ടറിൻ്റെ സ്മെല്ലൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ മാത്രം അടിച്ചാൽ പോരാ, ഈ മുടീനെ ഇങ്ങോട്ട് ഇട്ടിട്ട് ബാക്കിൽ കൂടി അടിച്ചു കൊടുത്ത് നല്ലപോലെ മസാജ് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വൈകുന്നേരങ്ങളിൽ നിങ്ങൾ അടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഉണക്കിയതിന് ശേഷം കിടന്നാൽ മതി. അല്ലെങ്കിൽ മുടിക്കായ വളരെ നമുക്ക് ചെയ്യണേന് ഒരു ഗുണമില്ലാതെ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.